അല്ലാതെ വേറെ വല്ലവർക്കും നമുക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം കസ്റ്റമറുടെ തലയിൽ, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ തലയിൽ. അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ പോയാൽ ഏതെങ്കിലും ബാങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബാങ്കിലൊന്നും പോകണ്ട, കുറേ ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ കുത്തിയാൽ മതി. ആപ്പിൽ കുത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വൈ? എന്തിനു വേണ്ടി അവർ നമ്മുടെ അടുത്ത് വരണം? ഇൻഷുറൻസ് ഏജൻറ്റുകൾ ഏകദേശം 3 ലക്ഷം ആൾക്കാരുണ്ട് കേരളത്തിൻ്റെ കാര്യമാണ്. 3 ലക്ഷം ആൾക്കാരുണ്ട്. മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ കൊടുത്തൊരു കസ്റ്റമറുടെ അടുത്ത് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് ചെല്ലാൻ പറ്റും. അതേസമയം അവിടെ ഒരു യുലിപ്പ് കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എൻഡോമെൻറ്റ് പ്ലാൻ കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു കോർ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് എൻ്റെ നിക്ഷേപകർക്ക് കൊടുക്കുള്ളൂ. എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിക്ഷേപകർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ തുടക്ക സമയത്തിൽ നമ്മളെ ഡെവലപ്മെൻറ്റ് ഓഫീസറും അവരെല്ലാം പറഞ്ഞ് ഇത് കൊടുത്തോളാൻ പറയും. നമുക്കൊന്നും അറിയാനും പാടില്ല. അപ്പം നമ്മൾ അതേപോലെ തന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇല്ല ആ മനുഷ്യൻ നമ്മളെ ടീമിലുള്ളതാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞാൽ ഒരു കമ്പനി വന്നിട്ടുണ്ട്, അവർ 55% കമ്മീഷൻ തരുമെന്ന്, ഒരു ഇൻഷുറൻസ് കമ്പനി. ആ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്താണ്, 55% കമ്മീഷൻ തരണമെങ്കിൽ ഇതായിട്ട് വന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ കമ്പനിക്ക് കമ്പനിൻ്റെതായ കുറേ ചിലവുകളല്ലേ. ഈ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമറിന് എന്ത് കിട്ടും? 55% ഏജൻറ്റിന് കമ്മീഷൻ. ഇത് പിന്നെ ഈ SM അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാനുള്ള കൊടുത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമറിന് എന്ത് കിട്ടും? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഞാൻ എടുത്തൊരു തീരുമാനം ഇതാണ്, എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. പണത്തിൻ്റെ പുറകെ കമ്മീഷൻ്റെ പുറകെ പോയ ആൾക്കാർക്കൊന്നും ഒരു സ്ഥലത്തെത്താൻ പറ്റൂല. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യുന്ന സംഭവം നമുക്ക് കൃത്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വേറെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കൃഷിക്കാരനാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ കോര സാറ് നമ്മുടെ കസ്റ്റമറാണ്. ഞാൻ കൃഷി ചെയ്യണത് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് കൃഷി, ഓർഗാനിക്. സാറിന് ഞാൻ പറ്റുന്ന രാസവളമൊക്കെ ഇട്ടിട്ടാണ്ട് തന്നെ. ഇത് തന്നെ സമയത്ത് എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ, എടാ നീ ചെയ്യണ ചതിയല്ലടാ, ശരിയല്ലേ? അതായത് നമുക്ക് ഇല്ലാത്ത സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവൂലേ? ഈ വിഷമം തന്നെ നമ്മൾ താഴേക്ക് അടിക്കും. അതിന് പകരം ഞാനിതാണ് എടുത്തോണം, എടാ നീ വേണമെങ്കിൽ എടുക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സംഭവം അതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാതെ വേറെ വല്ലവർക്കും നമുക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം കസ്റ്റമറുടെ തലയിൽ, നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ തലയിൽ. ഞാനൊരു NFO ചെയ്യാറില്ല. ഞാനൊരു NFO പറയും പോകാറില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളെ ലൈഫിൽ കുറച്ച് നമ്മൾ ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കേണ്ടത്? AMCക്ക് വേണ്ടിയാണ്, കസ്റ്റമറിന് വേണ്ടിയാണ്. നമ്മളെ എന്തിനു വേണ്ടി? അവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പ്ലാൻ എടുക്കാം. എന്തിന് മധു സാറിനെ അന്വേഷിച്ചു വരണം? സാറ് കറക്റ്റായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ, അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബാങ്കിലൊന്നും പോകണ്ട, കുറേ ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ കുത്തിയാൽ മതി. ആപ്പിൽ കുത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വൈ? എന്തിനു വേണ്ടി അവർ നമ്മുടെ അടുത്ത് വരണം? വിശ്വാസം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. അവനവൻ്റെ ഉള്ളിന്ന് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലെന്നുള്ളൊരു ചിന്ത, ഞാൻ ചെയ്യുന്നത് 100% ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം വേണം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഏജൻറ്റുകൾ ഏകദേശം 3 ലക്ഷം ആൾക്കാരുണ്ട്
കേരളത്തിൻ്റെ കാര്യമാണ്. 3 ലക്ഷം ആൾക്കാരുണ്ട്. മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇവിടെ പറഞ്ഞു കോട്ടയം ജില്ലയിൽ 76 പേര് IFAയിൽ ഉണ്ടെന്ന്. എല്ലാ കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മേജർ സിറ്റിയാണ്, ശരിയല്ലേ? എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ 1000 പേരുണ്ടാവും. 1000 പേര് നമ്പർ. ഇവിടെ തന്നെ ഞാൻ കൈവക്കാൻ പറഞ്ഞപ്പോൾ 10 കോടി താഴെയുള്ളവരെ കൈവക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് കൈവക്കി. അതായത് പകുതി ആൾക്കാരും 10 കോടി താഴെയുള്ള ആൾക്കാരാ. അപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ടോ? ഈ 1000 പേരിൽ ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 300 പേര് മാത്രമേ ആക്റ്റീവായിട്ട് സീരിയസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യം കഞ്ഞൊടിച്ചു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ എനിക്ക് പറ്റിയത്. അതേസമയം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതേത് പോവാം, ജീവിച്ചു പോവാം, അടിപൊളിയായിട്ട് ജീവിച്ചു പോവാം. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും വാല്യൂസ് കൊടുക്കണം. ഈ വാല്യൂസ് ഒന്നും കൊടുക്കാതെ നമ്മുടെ പോക്കറ്റ് മാത്രം നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോര സാറേ ഇങ്ങെത്തൂലെന്നേ. അതിലങ്ങോട്ട് പോകും, ഒരു സ്ഥലത്തെത്തൂല. അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ്, ലോങ് ടൈമിൽ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വഴിയിലൂടെ തന്നെ യാത്രയാണ്. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു പാഷനെ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നത് തന്നെയാണ്, അല്ലാതെ പൊട്ടിവളച്ചൊന്നുമല്ല. പക്ഷെ നമുക്ക് ഞാൻ ചെയ്യുന്ന സംഭവം, ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ കൊടുത്തൊരു കസ്റ്റമറുടെ അടുത്ത് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് ചെല്ലാൻ പറ്റുമോ? അതേസമയം അവിടെ ഒരു യുലിപ്പ് കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എൻഡോമെൻറ്റ് പ്ലാൻ കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണി ബാക്ക് പോളിസി കൊടുത്ത ഒരു വ്യക്തിയുടെ അടുത്ത് അതേ കോൺഫിഡൻറ്റോടുകൂടി മ്യൂച്വൽ ഫണ്ട് അവനവൻ്റെ എടുത്തിട്ട് അവന് മണി ബാക്ക് കൊടുത്തിട്ട് അതേ കോൺഫിഡൻറ്റോടു കൂടി പോകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം, ഹൃദയത്തിൽ തട്ടി പറയണം, ഞാൻ ചെയ്യുന്ന സംഭവം മാത്രമേ എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുക്കുകയുള്ളൂ.